പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്ന് കടല വെച്ച കൂടത്തിൽ തന്നെ കടല വെച്ചപ്പം ഒരു അഞ്ചാറൊന്നുമില്ല 4-5 ഉള്ളി നമ്മളിങ്ങനെ വെറുതെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഉള്ളി നടുന്നതും ഉള്ളിത്തണ്ട് എടുക്കുന്നതും ഉള്ളി പറിച്ചെടുക്കുന്നതൊക്കെ കണ്ട ആ ഒരു കൊതിയിൽ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പം ഉള്ളി ഇതേ കുറച്ച് ഇങ്ങനെ തെളിഞ്ഞ് വന്ന്, നമ്മൾ ഓരോ ഉള്ളിയല്ലേ വെക്കുന്നത്, അപ്പോൾ അതിൽ നിന്നൊരു 3-4 ഉള്ളിയൊക്കെ വെച്ച് ഇങ്ങനെ തെളിഞ്ഞ് വന്ന് കണ്ടപ്പോഴത്തേന് ഞാനത് ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നേ. അപ്പോഴാണ് മനസ്സിലായത്, കാരണം കണ്ടിന്യൂസ് മഴയല്ലായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇതിലിങ്ങനെ കെട്ടി നിന്നിട്ട് ഇത് അഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു വരും, ഇത് അഴുകി പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സങ്കടവും വന്നേ. കാരണം നമ്മൾ ഒരുപാട് വളവും കാര്യങ്ങളും അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അതിൽ ഉള്ളി ആയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഉള്ളിയുടെ തണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഉള്ളി പാകമായെന്നുള്ളതിൻ്റെ ഒരു ഇതല്ല. പിന്നെ ഇതുപോലെ 4-5 ഉള്ളിയൊക്കെ കാണും ഒരിതിൽ. അതിങ്ങനെ ഉള്ളി കുറച്ച് മുകളിലേക്ക് പൊങ്ങി വരും, നമുക്ക് കാണാം അതിൻ്റെ മൂട്ടിൽ ഉള്ളി ഉള്ളത് കാണുകയും ചെയ്യാം. പക്ഷേ അത് അഴുകി അതിൻ്റെ ഓരോ ലെയർ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പമില്ലായിരുന്നു. കുറച്ചും കൂടെ ഈ ഉള്ളി നമ്മൾ മണ്ണിൽ നിർത്തുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചില ഉള്ളിയൊക്കെ വലിപ്പം വെച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചിലതിനൊക്കെ നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. 4 എണ്ണമൊക്കെ കാണുമായിരിക്കും, 4 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഴ കാരണം ഇനി ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇത്രയും കൂടെ കിട്ടില്ല, ഇതിൻ്റെ ബാക്കിയും കൂടെ എല്ലാം അഴുകി പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർത്താഞ്ഞത്, അതിങ്ങ് പറിച്ചെടുത്തത്. എന്തായാലും കുറേ സന്തോഷമുണ്ട്. കാരണം 4-5 ഉള്ളി വെച്ചു, അതിലൊരു 3-4 ഉള്ളി വെച്ചിട്ടാണെങ്കിലും ഉണ്ടാവുകയും ചെയ്തു. ചിലതിന് വലിപ്പമുണ്ട്, ചിലത് വലിപ്പം വെച്ച് വരുന്നതല്ലേ ഉള്ളൂ, നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഉള്ളി കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായപ്പം ഇനി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയേ. ഇപ്പോൾ ഇവിടെ മണ്ണിൽ വെള്ളം ഇങ്ങനെ താന്ന് ഒരുപാട് അങ്ങനെ കെട്ടി നിന്നുകൊണ്ടായിരിക്കാം ഇതെല്ലാം പോയത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ ഉള്ളി ഒന്ന് വെച്ച് നോക്കാം. 2 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് പാകമാകുകയും ചെയ്യുമല്ലോ. നമുക്ക് ഇനിയിപ്പോൾ അതുപോലെ ഒന്ന് നട്ട് നോക്കണം. ഈ ഒരു ഫ്രൂട്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഷോർട്സിനകത്തൊക്കെ ഇങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്, മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചാൽ കുറച്ച് സമയത്തിന് വേറെ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ മരം ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. മരവും കണ്ടിട്ടില്ല, ഈ ഫ്രൂട്ടും കണ്ടിട്ടില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒരുപാട് കായ്കൾ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. കുറേ കായ്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടും ഉണ്ടായിരുന്നു. അതിൽ പഴുത്തത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്, ചെറിയൊരു പുളിപ്പ് പോലെയും നല്ല മധുരമായിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.